കട്ടപ്പന നഗരത്തിനുള്ളിലൂടെ ഒഴുകുന്ന കൈത്തോടുകളിലേക്കും ഓടയിലേക്കും മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കും വീടുകൾക്കുമെതിരെ നടപടി ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഹോസുകൾ വഴിയും ചാലുകൾ തീർത്തുമാണ് മലിനജലം ഒഴുക്കുന്നത്. ഇത് കട്ടപ്പനയാർ പൂർണ്ണമായി മലിനപ്പെടുന്നതിന് കാരണമായിരുന്നു. മീഡിയാനെറ്റ് വാർത്ത ഇത് അധികാരികളിലേക്ക് എത്തിച്ചു. തുടർന്ന് 6 വീടുകൾക്കും 12 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. കട്ടപ്പന നഗരത്തിനുള്ളിലൂടെയുള്ള നിരവധി കൈത്തോടുകളിലും ഓടകളിലുമാണ് മലിനജലം ഒഴുകുന്നത്. പല സ്ഥാപനങ്ങളും വീടുകളുമാണ് ഹോസ്, ചാല് എന്നിവയിലൂടെ കൈത്തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. ഇത് കട്ടപ്പനയാർ മലിനമാകുന്നതിലേക്ക് നയിച്ചു. നഗരത്തിനുള്ളിലൂടെ ഒഴുകുന്ന കൈത്തോട് മലിനീമസമായി ദുർഗന്ധം വമിക്കുന്നതിലേക്കെത്തി. ഇതൊഴുകി നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ള കട്ടപ്പനയാറിലേക്ക് എത്തിയതോടെ ആറും പൂർണ്ണ മലിനമായി തീർന്നു. ഇത് മാധ്യമങ്ങൾ വാർത്തയിലൂടെ അധികാരികളിലേക്ക് എത്തിച്ചു. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. ആദ്യ പരിശോധനയിൽ 12 സ്ഥാപനങ്ങളും 6 വീടുകളും ക്രമക്കേട് നടത്തുന്നതായി വ്യക്തമായി. തുടർന്ന് നോട്ടീസ് നൽകി. 15 ദിവസത്തിനകം മാലിന്യമൊഴുക്കുന്ന ഹോസുകൾ അടയ്ക്കുകയും ശുചീകരണ സംവിധാനം ഒരുക്കണമെന്നും അറിയിച്ചു. എന്നാൽ നടപടി സ്വീകരിക്കാത്ത കെട്ടിടങ്ങളുടെ മാലിന്യം ഒഴുക്കുന്ന ഹോസുകൾ നഗരസഭ അടയ്ക്കുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഓടയിലേക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് പൈപ്പ് സ്ഥാപിച്ച് അതിലൂടെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്ന സാഹചര്യമാണ് പല സ്ഥാപനങ്ങളിലും കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകി 15 ദിവസത്തെ സമയം അനുവദിച്ച് ഔട്ട്ലെറ്റ് അടയ്ക്കുന്നതിന് നിർദ്ദേശം നൽകിയെങ്കിലും അത്തരം ഔട്ട്ലെറ്റ് അടയ്ക്കാൻ തയ്യാറാകാത്ത ആളുകൾക്ക് ഇതിന് നമ്മൾ ഔട്ട്ലെറ്റ് നഗരസഭയുടെ നേതൃത്വത്തിൽ അടയ്ക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ 2 സ്ഥലത്ത് ഇപ്പോൾ ഈ എടശ്ശേരി ജംഗ്ഷനിൽ എടശ്ശേരി ബാറിന് അടുത്തുള്ള 2-3 ഔട്ട്ലെറ്റുകളും കോയിഡേ കഫേ എന്ന് പറയുന്ന ഹോട്ടലിന് മുമ്പിലോട്ട് ഔട്ട്ലെറ്റും ഇന്ന് നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ പുറത്തേക്ക് വെച്ചിരിക്കുന്ന പൈപ്പുകൾ ഔട്ട്ലെറ്റുകൾ നമ്മൾ അടച്ചു. 5000 മുതൽ 50,000 രൂപ വരെയാണ് ഇത്തരത്തിൽ ക്രമക്കേട് കാണിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നത്. എന്നാൽ പല സ്ഥാപനങ്ങളും മാലിന്യമൊഴുക്കുന്ന ഹോസുകൾ, സ്ലാബുകൾ മറ്റും ഉപയോഗിച്ച് മറവ് ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തി ഇവ കണ്ടെത്തും. നിലവിൽ നഗരത്തിനുള്ളിലൂടെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന കൈത്തോടുകൾ നഗരസഭ ആരോഗ്യ വിഭാഗം ശുചീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.